അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്തെ മോമിനികളെ, ഇണ്ട് നിങ്ങളുടെ മുന്നുള്ളൂ ഒരു സ്വലാത്ത് പരിചയപ്പെടുത്തുവാനായിട്ടായിട്ടിക്കട് ನಾನು ಬಂದರು. സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ടായിട്ടിക്കട് ആ സ്വലാത്തിൻ്റെ പേರು നിങ്ങൊന്ന് അറിയണു. മഹാന്മാർ നിങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ടാറ് അഅ്മാലുന ബൈനൽ ഖബൂലി വറദ്ദിഹ. അഅ്മാലുന നിങ്ങൾ എടുക്കற എന്തൊരു അമലുമാവട്ടെ, നിസ്കരിക്കற നിസ്കാര, പിടിച്ച നോമ്പ്, ആക്കിയ ഹജ്ജ്, കൊടുത്ത സ്വതക്ക, എന്തൊരു കർമ്മവും ബൈനൽ ഖബൂലി വറദ്ദിഹ, ഒന്നെങ്കിൽ അല്ലാഹു തആല അത് സ്വീകരിക്കൂ, ഇല്ലെങ്കിൽ അല്ലാഹു തആല അത് റിജക്റ്റ് ആക്കൂ. ഇല്ല സ്വലാത്ത് അലൽ ഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബിയുടെ മേലെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഒന്ന് വിട്ടിട്ടു. അതങ്ങനല്ല, അത് ഫഖബൂലുഹ, അത് അല്ലാഹു തആല ഗ്യാരണ്ടി ആയിട്ടും അത് സ്വീകരിക്കും. ഹത്മൻ ബിദൂനി തറദ്ദുദി. ഒരു മഹാൻ പോലും ഒരു ഇമാം പോലും അത് എതിരെ അഭിപ്രായം ചൊന്നിട്ടില്ല. എല്ലാവരും ചൊന്നെന്തരോ അത് സ്വലാത്ത് എങ്ങനെ ചൊന്നെങ്കിലും അത് സ്വീകരിക്കൊണ്ടുള്ളതായിട്ടിക്കട്. പലതരം സ്വലാത്തുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നുള്ള പരിചയപ്പെടുത്തുക പോണ്ടത് സ്വലാത്തുൽ ഫാത്തിഹയുടെ വിഷയമായിട്ടിക്കട്. സ്വലാത്തുൽ ഫാത്തിഹ ചെന്നെങ്കിൽ വലിയ മഹത്വമുള്ള എനിക്കത്തെ ഒരു സ്വലാത്തായിട്ടിക്കട്. എല്ലാ സ്വലാത്തുക്കും ചമ്മ മഹത്വമുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹയുടെ മഹത്വം ചമ്മ ഇമാമിയ വിശദീകരിച്ചുകൊണ്ടുള്ളാണ്. ആ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഒരു മഹാൻ ചൊല്ലു, എത്രയുള്ള സ്വലാത്തുണ്ട എല്ലാ സ്വലാത്ത് ചൊന്നെങ്കിൽ കിട്ടുന്ന കൂലി ഈ ഓരോ സ്വലാത്തിൽ കിട്ടുന്നുണ്ട്. അപ്പം അത്രയും മഹത്വമുള്ള എനിക്കത്തെ ഒരു സ്വലാത്ത് ഉണ്ടായിട്ട് അതിനർത്ഥം സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലങ്ങൾക്ക് ചമ്മ ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ 4 ബെനിഫിറ്റ്സ്, 4 ലാഭ ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്നാണ് ചർച്ചയാക്കുക ഉദ്ദേശിച്ചുകൊണ്ടുള്ളത്. ഞങ്ങളെല്ലാ ആൾമാരും സ്വലാത്ത് ചൊല്ലങ്ങാവണം. അല്ലാഹു തആല നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. അപ്പം സ്വലാത്തുൽ ഫാത്തിഹ സ്ക്രീനിൽ കണ്ട പോലെ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ചൊല്ലറും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി ഹഖ്ഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. ചില നുസ്ഖകൾ, ചില റിവായത്തിൽ സ്വല്ലല്ലാഹു അലൈഹി ഉണ്ടില്ല, ഡയറക്റ്റ് വാല അലിഹി ഉണ്ടായിട്ടിട്ടുള്ളൂ. ഏതായാലും പിരിസത്തെ മോമിനിങ്ങൾ നിങ്ങൾക്ക് ചമ്മ ആൾമാർക്ക് ഇപ്പം ഈ സ്വലാത്തുൽ ഫാത്തിഹ പരിചയമുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് ചൊല്ലുക തൗഫീഖ് തരട്ടെ. അപ്പം ഈ സ്വലാത്തുൽ ഫാത്തിഹ ചൊന്നെങ്കിൽ കിട്ടണിക്കത്ത് ചമ്മ ലാഭമുണ്ട്. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കില്ല. 4 ലാഭങ്ങൾ അതായിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചൊല്ലുക ഉദ്ദേശിക്കുന്നത്. ഈ 4 ലാഭങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തണ്ടത് ആറുകൊണ്ടുണ്ടാ. കഴിഞ്ഞ കാലത്ത് ജീവിച്ച് മരിച്ചണിക്കത്ത് ഒരു വലിയ മഹാൻ, ബഹുമാനപ്പെട്ട സയ്യിദ് അലവി അൽ മാലിക്കി മക്ക ചൊല്ലണക്കത്തെ ഒരു മഹാൻ. മക്ക ചൊല്ല ഹറമുറ ഭൂമിയിൽ ചമ്മ വർഷ ദർസ് നടത്തിയ എത്രമാ ആൾമാർക്ക് ഇൽമു ചൊന്നു കൊടുത്ത് ദർസ് നടത്തിയ അണക്കത്തെ ഒരു മഹാൻ. ആ മഹാൻ വഫാത്ത് ചെയ്ത് ചമ്മ കാലഘട്ടത്തിനൊന്നും ആയിട്ടില്ല, 300-400 വർഷം ആയിട്ടില്ല. ഈ കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നോലും, 10 ഒരു 15 വർഷങ്ങൾക്ക് മുന്നോലും മൗത്തായ എനിക്കത്തെ ഒരു മഹാൻ. ഈ മഹാന്റെ ഒരു വിശേഷത്തെ എന്തുകൊണ്ടുണ്ടാ, മക്കത്ത് ദർസ് നടത്തിയ ഈ മഹാന്റെ ഒരു വിശേഷത്തെ, മക്ക വിട്ടിട്ട് എവിടെങ്കിലും മക്കരെ ബോർഡർ ക്രോസ് ആക്കിയിട്ട് പുറത്ത് പോണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്മതം കേൾക്കും, തങ്ങളുടെ പെർമിഷൻ കേട്ടിട്ട് കിനാവുൽ മുത്ത് നബി ഓക്കേണ്ട് ചൊന്നെങ്കിൽ മാത്രം ആ ഹറമുറ മണ്ണ് വിട്ടിട്ട് പുറത്തു പോകൂ. അങ്ങനത്തെ മഹാനായിട്ടിക്കട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചമ്മ മഹബത്ത് വെച്ചിട്ട് സ്വലാത്തുകൾക്ക് ഇങ്ങനെ ഹിദ്മത്ത് എടുത്തിട്ട് സ്വലാത്തുടെ വക ചമ്മ കിതാബെല്ലാം എഴുതിയിട്ട് ജീവിച്ചിട്ട് മൗത്തായി അണിക്കത്ത ഒരു മഹാനായിട്ടിക്കട്. അല്ലാഹു തആല ആ മഹാന്റെ ഒട്ടിಗೆ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൊടുക്കും. നിങ്ങൾക്ക് തൗഫീഖ് തരട്ട്. ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാവിധ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാകട്ടെ. പ്രത്യേകിച്ചും ചമ്മ ആൾമാർ കമൻറ്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്താക്കിക്കൊണ്ടിരിക്കാറ്. ചമ്മ ആൾമാർ മങ്ങിലായിട്ട് മക്കയില്ലാത്തങ്ങ, അതുപോലെ ഗർഭിണികളായ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചമ്മ പെണ്ണിങ്ങ അല്ലാഹു തആല മക്കയില്ലാത്തങ്ങൾക്ക് നല്ല മക്കളെ കൊടുക്കട്ട്. ഗർഭിണികളായ സഹോദരിമാർക്ക് അല്ലാഹു തആല നല്ല സുഖപ്രസവ ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ചൊന്നിട്ടു ഇൻഷാ അല്ലാഹ് 4 വിഷയങ്ങൾ ഞാൻ വിവരിച്ചുകൊണ്ടുള്ള ഈ സ്വലാത്തുൽ ഫാത്തിഹ ചൊന്നെങ്കിൽ ഒന്നാമത്തെ ലാഭ, ഒരു സ്വലാത്ത് ചൊന്നെങ്കിൽ മയാവും. ആയിരക്കണക്കിന് സ്വലാത്ത് ചൊന്നതായിട്ട് കണക്കാക്കപ്പെട്ടു. ഒന്നേ ഞങ്ങൾ ചൊന്നിരെങ്കിലും
വേറെ സ്വലാത്തുള്ള ഒന്ന് ചെന്നെങ്കിൽ ഒന്നായിട്ട് കണക്ക് കൂട്ടുമെങ്കിൽ ഇത് ആയിരക്കണക്ക് എത്ര ആയിരാണ്ട് ചെമ്മ അഭിപ്രായ വ്യത്യാസമുണ്ട്. 6000 ചില മഹാന്മാർ ചൊല്ലാർ, 10,000 ഏതായാലും നിങ്ങൾക്ക് ഇങ്ങനെ അർത്ഥം വെക്കാം. എങ്ങനെ? ആയിരക്കണക്കിന് സ്വലാത്തുകൾ നിങ്ങൾ ചൊന്നറാണ്ട് കണക്ക് എഴുതപ്പെടും. ഒന്ന്. രണ്ടാമത്തേത്, ഈ സ്വലാത്ത് ചൊല്ല ആൾക്ക് നരകത്തെ ശിക്ഷരത്തൊട്ട് അല്ലാഹു തആല വേഗ രക്ഷ കൊടുക്കുക ചെന്നിട്ട് ഈ മഹാൻ നമുക്ക് ചൊന്നിട്ടുണ്ട്. നരകത്തെ അദാബിനെ തൊട്ട് രക്ഷ കിട്ടൂ. മൂന്നാമത്തേത്, ഈ സ്വലാത്ത് ആരെങ്കിലും 100 വട്ട ഒരു നാളിൽ ചൊന്നെങ്കിൽ, സ്വലാത്തുൽ ഫാത്തിഹ് 100 വട്ട ആരെങ്കിലും ഒരു നാളിൽ ചൊന്നെങ്കിൽ ഹൃദയത്തിലുള്ള കറുത്ത കറകൾ അല്ലാഹു തആല ഇല്ലാണ്ടാക്കൂ, ഹിജാബ് ഇല്ലാണ്ടാക്കൂ. കറുത്ത കറ ചൊന്ന എന്തരും നിങ്ങൾ ആക്കിപ്പോയ തപ്പുകളെ കൊണ്ട് അതിങ്ങനെ കറുത്ത ഡോട്ട് 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 ഇങ്ങനെ ആയിട്ട് അതിങ്ങനെ ഫുള്ള് കറുപ്പ് പിടിച്ചതായിട്ടിക്കിട്. ഈ സ്വലാത്ത് ഒരാൾ ഒരു നാൾ 100 വട്ട ചൊല്ലെങ്കിൽ അല്ലാഹു തആല ആ ഹൃദയത്തിൽ വെളിച്ച കൊടുക്കും. അപ്പോൾ എന്തിനാവൂ ചെന്നെങ്കിൽ ഇബാദത്തുക്ക് ലദ്ദത്ത് കിട്ടൂ, ദുആ കബൂലാവൂ, വലിയ അള്ളാഹുര നല്ല അടിമകളെ കൂട്ടത്തിൽ പെടുകാവൂ, വലിയ ഈമാൻ കിട്ടിട്ടും ബനിക്കൊള്ള ഒരു സൗഭാഗ്യം കിട്ടുന്നുണ്ടായിട്ട് ഷോർട്ട്. അപ്പം ഇത് എന്തിനു ചൊന്നെങ്കിൽ ഈ സ്വലാത്ത് ചൊല്ലാൾക്ക് എന്തിനാവും 100 വട്ട ഒരാൾ ഒരു പോളിൽ ചൊന്നെങ്കിൽ ഒരു നാളിൽ ചൊന്നെങ്കിൽ അവനുകു ഹിജാബ് കറുത്ത ഹൃദയത്തിലുള്ള കറുത്ത മറരെ അല്ലാഹു തആല ഇല്ലാണ്ടാക്കൂ. നാലാമത്തെ ബെനിഫിറ്റ്സ് ആയിട്ട് ഈ ഒരു സ്വലാത്തുൽ ഫാത്തിഹ് വെള്ളിയാഴ്ച ജാവ്, ഇന്നത്തെ ജാവ് വെള്ളിയാഴ്ച ജാവായിട്ടിക്കട്, ഇന്നത്തെ ജാവ അല്ലെങ്കിൽ തിങ്കളാഴ്ച ജാവ, ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ജാവും ആരെങ്കിലും 1000 വട്ട ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവുൽ കാണും, നബി തങ്ങളൊട്ടിക കൂടകും, തങ്ങളുടെ കൂട്ട ചെന്നെങ്കിൽ തങ്ങൾ ഇപ്പം മദീനത്ത അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണേ പോലെ ഏതെങ്കിലും ഒരു റായത്തിലില്ല. അപ്പം എന്താവും തങ്ങളുടെ കൂടെ ചെന്ന് മഹാന്മാർ വിവരിക്കാറ് കിനാവുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടകളിലെ ഒരവകാശ ഞങ്ങൾക്ക് കിനാവ് കാണുന്നത് എങ്ങനെ ഞങ്ങൾ നബി തങ്ങൾ ഒട്ടിക ഉള്ളതായിട്ടുള്ളൊരു കിനാവു. അത് വലിയൊരു വിഷയമായിട്ടിരിക്കുന്നത്. നബി തങ്ങൾ കിനാവ് കാണേ ചൊന്നെങ്കിൽ അതൊരു സിമ്പിൾ വിഷയമൊന്നും അല്ല. ഇത് ഞാൻ ആർക്ക് ചൊന്നോട്ടുള്ള ഈമാനുള്ള ഹൃദയത്തിൽ ഈമാനുള്ള ആൾമാർക്കായിട്ടിരിക്കാറ്. ഏതെങ്കിലും ഒരു വിധവത്തോട് വന്നിട്ട് കമൻറ്റ് ഇടണ്ട നബി തങ്ങൾ അങ്ങനെ കിനാവ്, അത് നിങ്ങൾക്കുള്ള വിവരക്കേടായിട്ടിക്കറ്, ഇൽമില്ലാണ്ടുള്ള ആ ഒരു വലിയ ജഹാലത്ത് കൊണ്ടായിട്ടിക്കട്ട് നിങ്ങൾ അങ്ങനെ ചൊല്ലോ. ഇബ്നു തൈമിയ്യ മാത്രമായിട്ടിക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവുൽ കാണുക സാധ്യമില്ലാണ്ട് ചൊന്ന ഒരാൾ. അതല്ലാണ്ട് ബാക്കി എല്ലാ മഹത്തുക്കൾ മഹാന്മാരായ ഇമാമിങ്ങൾ എല്ലാവരും ഇബ്നു തൈമിയ്യയുടെ ശിഷ്യ ഇബ്നു കസീർ അടക്ക എല്ലാ മഹാന്മാർ നബി തങ്ങളെ കിനാവുൽ കാണുമ്പോൾ സാധ്യമുണ്ടായിട്ടിക്കരുത് നിങ്ങൾക്ക് പഠിപ്പാട്ടിയതെങ്കിൽ പിർസത്തെ മോമിനിങ്ങളെ ഈ സ്വലാത്ത് 1000 വട്ടം നിങ്ങൾക്ക് ഒരു നാളിൽ ചൊല്ലുക. അയങ്ക് ഒരു നാൾ ചൊന്നെ തിങ്കളാഴ്ച ജാവും വെള്ളിയാഴ്ച ജാവും ആയെങ്ക് ചൊല്ലുക സാധ്യമായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവ് വേഗത്തിൽ കാണും. അത് ചൊന്നെങ്കിൽ നബി തങ്ങളൊട്ടിക കൂടകാവുറുണ്ടു. അല്ലാഹു തആല നിങ്ങൾക്ക് തൗഫീഖ് തരട്ട്. ചമ്മ സ്വലാത്ത് ചൊന്നിട്ട് മുത്ത് നബിയുടെ മഹബത്ത് വെച്ചിട്ടുള്ള ഒരു നല്ല അർത്ഥവത്തായ ജീവിത നയിക്കുക അല്ലാഹു തആല ഞങ്ങൾക്കും ഞങ്ങളെ ഉമ്മബാപ്പ് ഉസ്താദുമാർ ഞങ്ങളെ പെഞ്ഞായി മക്കങ്ങ ഞങ്ങളെ കൂട്ടക്ക് ഉള്ളങ്ങ് ഒട്ടിക ഉള്ളങ്ങ ഞങ്ങൾക്ക് ഫുഡ് തന്നങ്ങ ഞങ്ങൾക്ക് ഫുഡ് തന്നോണ്ടുള്ളങ്ങ ഞങ്ങൾക്ക് എല്ലാ നല്ല നിലക്ക് നല്ല വിഷയത്തിൽ സഹായിക്കുന്ന ആൾമാർക്ക് അല്ലാഹു തആല വിധി കൂട്ടിത്തരുമാറാകട്ടെ. ഇന്നത്തെ ഈ വീഡിയോ നല്ല രൂപത്തിൽ എല്ലാവരും ഏറ്റെടുക്കണം. ഒരു സ്വലാത്ത് ബಗೆ നല്ല പോലെ കേട്ടിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നല്ല നിലക്ക് സ്വലാത്ത് ചെന്നിട്ട് മുത്ത് നബിയുടെ മുട്ട ഒന്ന് കൂടകൂ. ആഷിക്കരൻക്ക് താഴ്മാറാവണം. അല്ലാഹു തൗഫീഖ് തരട്ട്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.